ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ N. വാസു ഉന്നയിക്കുന്ന വാദങ്ങൾ അവിശ്വസനീയമാണ്. കേസിൽ സംശയത്തിന്റെ നിഴലിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം വ്യക്തമായി നടക്കുന്നു. വാസുവിന്റെ ഓരോ വാക്കുകളും ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കളോടുള്ള നിരുത്തരവാദപരമായ സമീപനമാണ് തുറന്നു കാണിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ പോറ്റിയുടെ സ്വന്തം സ്വർണമാണ് പൂശിയതെന്നാണ് വാസു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞ സ്വർണം പോറ്റിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവകാശമുണ്ടെന്ന വാദം കേൾക്കുമ്പോൾ ഇതൊരു ഭക്തൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ച കാണിക്കയാണെന്ന യാഥാർത്ഥ്യം സൗകര്യപൂർവ്വം വിസ്മരിക്കപ്പെടുന്നു. അത് ദേവസ്വത്തിന്റെ സ്വത്താണ്. ബാക്കിയുള്ള സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് നൽകാൻ പോറ്റി ഇമെയിൽ അയച്ചു എന്ന കഥ പോറ്റിയുടെ നല്ല ഉദ്ദേശത്തെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ്. വെറും ഉപദേശമാണ് ചോദിച്ചതെങ്കിൽ അതിന് ഉദ്യോഗസ്ഥരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അനുമതി വാങ്ങണമെന്ന് മറുപടി നൽകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഇത് ദേവസ്വത്തിന്റെ സ്വത്തിൽ കൈകടത്താനുള്ള നീക്കമായി കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മറുപടികൾ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. 2019 പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളിയായിരുന്നോ അതോ സ്വർണ്ണപ്പാളിയായിരുന്നോ എന്ന ചോദ്യത്തിന് വാസുവിന് മറുപടിയില്ല. കാഴ്ചയിലുള്ള അറിവേ ഉള്ളൂ, പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. താൻ അധികാരത്തിലിരുന്ന സമയത്ത് നടന്ന സുപ്രധാനമായ ഒരു കൈമാറ്റം സംബന്ധിച്ച് ഒരു മുൻ പ്രസിഡന്റ് ഇങ്ങനെ നിരുത്തരവാദപരമായി സംസാരിക്കുന്നത് ഒളിച്ചുകളിക്ക് തെളിവാണ്. അന്ന് ആക്ഷേപം ഒന്നും ഉണ്ടാകാത്തതിനാൽ അന്വേഷിക്കേണ്ട ആവശ്യം വന്നില്ല എന്ന വാദവും അടിസ്ഥാനരഹിതമാണ്. ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഈ വാദത്തെ തള്ളിക്കളയുന്നു. 2019 പോറ്റിക്ക് കൈമാറിയത് 1.564 കിലോഗ്രാം തൂക്കമുള്ള സ്വർണ്ണപ്പാളി തന്നെയാണ്. ഉദ്യോഗസ്ഥർ അത് മനഃപൂർവ്വം ചെമ്പുപാളിയെ രേഖപ്പെടുത്തി. 2019ലെയും 2025ലെയും ദ്വാരപാലക ശില്പങ്ങളുടെ ചിത്രങ്ങളിൽ വ്യത്യാസമുണ്ട്. അന്ന് അധികാരത്തിലിരുന്നവരുടെ അറിവോ ഒത്താശയോ ഇല്ലാതെ ഇങ്ങനെ ഒരു മോഷണം നടക്കില്ല. ശബരിമലയിൽ ചില ബ്രോക്കർമാരെ പോലെ കക്ഷികൾ കറങ്ങി നടക്കും എന്ന് വാസു പറയുന്നു. ഈ ബ്രോക്കർമാർക്ക് ദേവസ്വം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ അവസരം നൽകിയത് അന്നത്തെ ഭരണകൂടമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒറ്റ വ്യക്തിയിലേക്ക് മാത്രം ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അഴിമതിക്ക് പിന്നിലെ ഉന്നത തലത്തിലുള്ള ഒത്താശ മറയ്ക്കാനുള്ള ശ്രമം. ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കാനുള്ള ഈ നീക്കം അവസാനിപ്പിക്കണം. ഈ വിവാദത്തിന് പിന്നിലെ മുഴുവൻ സത്യങ്ങളും പുറത്തു വരേണ്ടത് അനിവാര്യമാണ്.